ഇതാണ് ഇഗ്നോയുടെ എന്തുവാ എൻവയോൺമെൻറ്റൽ സ്റ്റഡീസിൻ്റെ ബുക്ക്. നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് തന്നെ പോകും. പ്രധാനമായിട്ടും ഈ ബുക്കിന് 4 ബ്ലോക്കുകളാണ് ഈ ബുക്കിനുള്ളത്. ഒന്നാമത്തെ ബ്ലോക്കിൽ വരുന്നത് ആൻ ഇൻട്രൊഡക്ഷൻ ടു എൻവയോൺമെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ സ്റ്റഡീസ്. രണ്ടാമത്തെ ബ്ലോക്കിൽ വരുന്നത് നാച്ചുറൽ റിസോഴ്സസ്. മൂന്നാമത്തെ ബ്ലോക്കിൽ വരുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ആൻഡ് കൺസേൺസ്. നാലാമത്തെ ബ്ലോക്കിൽ വരുന്നത് പ്രൊട്ടക്റ്റിംഗ് അവർ എൻവയോൺമെൻറ്റ് പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. പിന്നെ ക്ലോസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് കോഴ്സ് ഇൻട്രൊഡക്ഷനാണ്. ഫസ്റ്റ് ഇതാണ് ബ്ലോക്ക് ഫസ്റ്റ്. ബ്ലോക്ക് ഫസ്റ്റിൽ പ്രധാനമായിട്ടും 3 യൂണിറ്റാണ്. എന്താ അവർ എൻവയോൺമെൻ്റ് ഉണ്ട്, എക്കോസിസ്റ്റം ഉണ്ട്, യൂണിറ്റ് 3 മേജർ എക്കോസിസ്റ്റം. അതിൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവർ എൻവയോൺമെൻ്റ്. ഓക്കെ, അവർ എൻവയോൺമെൻറ്റ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കുക. എർത്ത് ഈസ് ദ ഓൺലി പ്ലാനറ്റ് നോൺ ഫോർ സപ്പോർട്ടിങ് ലൈഫ്. ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് നമുക്ക് അടുത്തത്, അതാണ് എർത്ത്. വാസ്റ്റ്നെസ് ഓഫ് എർത്ത് ലൈഫ് എക്സിസ്റ്റ് ഓൺലി ഇൻ എ വെരി നാരോ സോൺ ഓഫ് ദ എർത്ത് കാൾഡ് ബയോസ്ഫിയർ. ആ എർത്തിലെ ഒരു നാരോ സോണിൽ മാത്രമുള്ള എന്താ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ആ സോണിനെ വിളിക്കുന്ന പേരാണ് എന്താ ബയോസ്ഫിയർ. സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി which continues interaction among various life forms. Various life forms പറയുന്നത് എന്തുവാ, വേരിയസ് ലൈഫ് ഫോമിന് പലതരം ലൈഫ് ഫോംസ് ഉണ്ട്. അതിന് ആവശ്യമായ ലൈറ്റ് എനർജി എന്ന് വെച്ചാൽ ലൈറ്റ് എനർജിയുടെ സോഴ്സ് എന്ത് തന്നെയാണ്, സണ്ണാണ്. അപ്പം എന്താ, സൺ ഈസ് ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി വിച്ച് എനബിൾസ് കണ്ടിന്യൂസ് ഇൻറ്ററാക്ഷൻ എമോങ് വേരിയസ് ലൈഫ് ഫോം. ദിസ് യൂണിറ്റ് ബീങ് ദ ഫസ്റ്റ് ഇൻ ദ കോഴ്സ് ബ്രിങ് ഔട്ട് ദ ഹോളിസ്റ്റിക് മീനിങ് ഓഫ് ദ വേർഡ് എനർജി. ഈ ഇൻട്രൊഡക്ഷൻ നമുക്ക് പറയുന്നത് വായിച്ചു പോയാൽ മതി, അല്ലാതെ വേറെ ഒന്നും അതിനകത്ത് പ്രത്യേകിച്ച് പറയാനില്ല. In broad terms, environment includes everything external to an organism that affects it, including physical as well as living factors. The action and interaction of the physical and living factors make a system of relationships called ecosystem. This unit will also focus on how we as living beings interact with other living and non-living components of the ecosystem. അപ്പോൾ ഈ യൂണിറ്റ് പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും പറയുന്നതെന്ന് വെച്ചാൽ ഈ എക്കോസിസ്റ്റത്തിലെ ഒരു ലിവിങ് ഓർഗാനിസം മറ്റൊരു ലിവിങ് ഓർഗാനിസമായിട്ടും വേറെ നോൺ ലിവിങ് ഓർഗാനിസമായിട്ട് കമ്പോണൻറ്റുമായിട്ടും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. The concept of sustainable development came into existence that explain symbiotic relationship between human being and environment. For centuries, humans have considered the earth and environment as virtually unlimited resources, but subtle and gradual changes have altered our environment in many different ways. പല ചേഞ്ചസ് പല രീതിയിൽ എൻവയോൺമെൻറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഗ്രാജുവലായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യൽ മെൻഷൻ ഹാസ് ബീൻ മെയ്ഡ് ഓഫ് ഹ്യൂമൻ പോപ്പുലേഷൻ വിത്തിൻ ദ ചേഞ്ചിങ് സിനേറിയോ ഓവർ ദ ഇയേഴ്സ്. അതിൽ സ്പെഷ്യലായിട്ട് നമുക്ക് പറയാമെന്ന് വെച്ചാൽ എന്താ, ഹ്യൂമൻ്റെ പോപ്പുലേഷൻ കൂടുന്നത്. ഹ്യൂമൻ്റെ പോപ്പുലേഷൻ കൂടുന്നതാണ് സ്പെഷ്യലായിട്ട് നമുക്ക് ആ എന്താ എക്കോസിസ്റ്റം അല്ലെങ്കിൽ ആ എൻവയോൺമെൻറ്റിനെ ചേഞ്ച് ചെയ്ത സംഭവത്തെക്കുറിച്ച് പറയാൻ പറ്റും. അടുത്തത് particularly since the industrial revolution. പിന്നെ എന്താ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ വന്നു.
അത് പറയാം. We hope that this unit will give you a better understanding of the environment and its various components. അപ്പോൾ അവർ പറയുന്നത് ഈ യൂണിറ്റ് നമുക്ക് എന്താണ് എൻവയോൺമെന്റിനെ കുറിച്ചുള്ളൊരു കറക്റ്റ് ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. അപ്പം അത് കണ്ടത് ഇൻട്രസ്റ്റിംഗ്. നമുക്ക് നേരെ ചാപ്റ്റർ ഒന്നാമത്തെ ടോപ്പിക് ആണ് കൺസെപ്റ്റ് ഓഫ് എൻവയോൺമെന്റ്. എൻവയോൺമെന്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്ന് നോക്കാം. ഈച്ച് ആൻഡ് എവറി ലിവിങ് ഓർഗാനിസം ഹാസ് എ സ്പെസിഫിക് സറൗണ്ടിങ് ഓർ മീഡിയം വിത്ത് which it continuously interacts, derives its sustenance and to which it is fully adapted. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ചാൽ each and every living organism has a specific surrounding or medium. അപ്പം എന്താ എല്ലാ ഓർഗാനിസം പിന്നെ എന്താ ഒരു സ്പെസിഫിക് സറൗണ്ടിങ് ഉണ്ട് അവർക്ക് ജീവിക്കാൻ ആവശ്യമായി. അതുമായിട്ട് അത് കണ്ടിന്യൂസ് ഇൻട്രാക്ട് ചെയ്യും ഒക്കെ ചെയ്യും. ഫുള്ളി അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തായിരിക്കും അവർ ജീവിക്കുന്നത്. അപ്പം ദിസ് സറൗണ്ടിങ് ഈസ് ദ നാച്ചുറൽ എൻവയോൺമെന്റ്. ആ സറൗണ്ടിനെ വിളിക്കുന്ന ആ ഓർഗാനിസത്തിന്റെ അങ്ങനെയുള്ള ആ സറൗണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? നാച്ചുറൽ എൻവയോൺമെന്റ്. The word natural environment brings to mind broad aspects of landscape such as soil, water, desert or mountains, which can be more exactly described in terms of physical or abiotic influences such as differences in moisture, temperature, texture of soil and air quality. ഈ നാച്ചുറൽ അങ്ങനെയുള്ള ആ നാച്ചുറൽ എൻവയറമെന്റ് എന്തൊക്കെ ഉൾപ്പെടും? ബ്രോഡ് ആസ്പെക്ട്സ് ഓഫ് സാധനമുണ്ട്, ഇഷ്ടം പോലെ സാധനം ഉൾപ്പെടും. ഒന്ന് ഉദാഹരണം ലാൻഡ്സ്കേപ്പ്, അല്ലെ തന്നെ സോയില്, വാട്ടർ, ഡെസേർട്ട് അല്ലെങ്കിൽ മൗണ്ടൻസ്, അങ്ങനെ പല ഫിസിക്കലായിട്ടും എബയോട്ടിക്കായിട്ടും പല പല സാധനങ്ങളും എന്തുവാ ആ നാച്ചുറൽ എൻവയോൺമെന്റ് വഴി ആ ഓർഗാനിസത്തിനെ അഫക്റ്റ് ചെയ്യും. എന്താ എബയോട്ടിക് ഫാക്ടേഴ്സ് ആയി എന്തൊക്കെ? മോയിസ്ചർ ഉണ്ടാകാം, ടെമ്പറേച്ചർ വരാം, സോയിലിന്റെ ടെക്സ്ചർ, എയർ ക്വാളിറ്റി, അതെല്ലാം വരാം. It also includes the biological or biotic influences in the form of microbes and animals. അത് മാത്രമല്ല it also includes the biological or biotic influences in the form of microbes and animals. അത് ഇങ്ങനെ വലിയ സാധനങ്ങൾ മാത്രമല്ല, ചെറിയ മൈക്രോ ഓർഗാനിസം, ആനിമൽസ്, ഇതെല്ലാം ഓരോ ഓർഗാനിസമായിട്ട് അത് ബന്ധപ്പെട്ടിരിപ്പുണ്ട്. Thus environment is defined as. അങ്ങനെയാണെങ്കിൽ നമുക്ക് എൻവയോൺമെന്റിന് ഒരു ഡെഫിനിഷൻ കൊടുക്കാം. അതാണ് the sum total of living and non-living components, influences and events surrounding an organism. എന്താ the sum total? എൻവയോൺമെന്റിന്റെ ഒരു ഡെഫിനിഷൻ ആണ് the sum total of living and non-living components. എന്നുവെച്ചാൽ ജീവനുള്ളതും ജീവൻ ഇല്ലാത്ത വസ്തുക്കളുടെയും ഒരു ടോട്ടൽ എടുക്കണം, ഒരു മൊത്തം എണ്ണം. അത് ആ ഒരു ഓർഗാനിസത്തിന്റെ ആ ഓർഗാനിസം ജീവിക്കുന്ന സറൗണ്ടിങ്ങിനെ അതെന്ത് ചെയ്യും? ഇൻഫ്ലുവൻസ് ചെയ്യും. എന്താ the sum total of living and non-living components, influences and events surrounding an organism. Let us begin as asking what is environment. Environment നമുക്ക് കൂടുതലായിട്ട് നോക്കാം. Environment is derived from French word environ, which means to encircle or surround, while ment means functioning. That is, environment is the interaction between organism and the nature. എൻവയോൺമെന്റ് എന്ന് പറയുന്ന
വേർഡ് എവിടെന്നാ, ഏത് ഫ്രഞ്ച് വേർഡ് ആയ എൻവയറോണെന്നും മെന്റിൽ നിന്നാണ് എൻവയറോൺമെന്റ്. എൻവയറോൺമെന്റ് പറയുന്ന വെച്ചാൽ എൻ സർക്കിൾ അല്ലെങ്കിൽ സറൗണ്ടിങ്. മെന്റ് എന്ന് വെച്ചാൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ ഓപ്ഷൻ. അപ്പൊ എൻവയറോൺമെന്റ് ഈസ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ നേച്ചർ. ഓർഗാനിസവും നേച്ചറും തമ്മിലുള്ള ഇന്ററാക്ഷനാണ് എന്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. For humans, there are several kinds of environment such as home environment, business environment, political environment and so on. എന്തെടുക്കുകയാണെങ്കിൽ ഹ്യൂമൻസ് നമ്മൾ മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള എൻവയോൺമെന്റ് പറയുന്നത് എന്തോ ഹോം എൻവയോൺമെന്റ് ഉണ്ട്, ബിസിനസ് എൻവയോൺമെന്റ് ഉണ്ട്, പൊളിറ്റിക്കൽ എൻവയോൺമെന്റ്, അങ്ങനെ പല. ബട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഓൺലി അബൌട്ട് നാച്ചുറൽ എൻവയോൺമെന്റ്. പക്ഷെ നമ്മൾ ആ എൻവയോൺമെന്റിനെ കുറിച്ച് ഒന്നും നോക്കുന്നില്ല, നമ്മൾ നാച്ചുറൽ എൻവയോൺമെന്റിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എയർ, വാട്ടർ, ലാൻഡ്, പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് അതർ ഓർഗൻസ്, ഇതൊക്കെയാണ് എന്തുവാ നാച്ചുറൽ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ ഓർഗൻസ് അല്ലെങ്കിൽ എന്താ ഓർഗൻസ്. പൊളിറ്റിക്കൽ എൻവയോൺമെന്റ് ആൻഡ് സോ ഓൺ, അതൊക്കെ ഉണ്ടല്ലോ. Any individual in nature interacts with its environment, influences it and in turn is influenced by it. അപ്പോൾ ഒരു ഇൻഡിവിജ്വല് അതിൻ്റെ എൻവയോൺമെന്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്താൽ അത് തിരിച്ചും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് പറയുന്നത്. Thus, environment is the sum total of air, water and land interrelationship among themselves and also with the human beings, plants, animals and other organisms. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുവാ എൻവയോൺമെന്റ് എന്ന് വെച്ചാൽ എയറിന്റെയും വാട്ടറിന്റെയും ലാൻഡിന്റെയും ഒക്കെ ഇന്റർ റിലേഷൻഷിപ്പും അതുപോലെ പ്ലാന്റ്, ആനിമൽ ഇതെല്ലാം കൂടെ ഒത്തുകൂടുന്നതിനാണ് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. The most significant attribute of the effect of environment on life of an organism is the interaction of environmental elements. These abiotic and biotic factors are dynamic in nature and interact with each other in every moment of life. ഈ ബയോട്ടിക്കും എബയോട്ടിക് ഫാക്ടേഴ്സ് എന്തോ നേച്ചറുമായിട്ട് ഡൈനാമിക് ഇൻ നേച്ചറാണ്. അതെന്തോ ഓരോന്നുമായിട്ട് എന്തോ ഓരോ മൊമെന്റിലും ഓരോ ലൈഫായിട്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. No organism can live alone without interacting with other organism. ഈ ലോകത്തിൽ ഒരു ഓർഗാനിസത്തിനും എന്തുവാ വേറൊരു ഓർഗാനിസമായിട്ട് ഇന്ററാക്ട് ചെയ്യാതെ തനിച്ച് താമസിക്കാൻ പറ്റത്തില്ല. So each organism has other organism as parts of its environment. അതുകൊണ്ട് നമുക്ക് പറയാം ഓരോ ഓർഗാനിസവും വേറൊരു ഓർഗാനിസത്തിന്റെ എൻവയോൺമെന്റിന്റെ ഒരു പാർട്ടാണ്. You must be aware that all animals are directly or indirectly depend upon plants, basically the green plants that manufacture their own food. നമുക്കറിയാം എന്തുവാ എല്ലാ ആനിമൽസും എന്തുവാ ഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും എന്തുവാ പ്ലാന്റ്സുമായിട്ട് എന്താ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അതെന്താ എന്ന് വെച്ചാൽ മേജർലി ഗ്രീൻ പ്ലാന്റ്സ്, കാരണം അത് അതിൻ്റെ ഫുഡ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്. പ്ലാന്റ്സ് ആൾസോ ഡിപ്പെൻഡ് ഓൺ ആനിമൽസ് ഫോർ ഫ്യൂ തിങ്സ് സച്ച് ആസ് പോളിനേഷൻ ഓഫ് ഫ്ലവേഴ്സ് ആൻഡ് ഡിസ്പോസൽ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ്. അതുപോലെ തന്നെ പ്ലാന്റ്സും എന്തുവാ ആനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനൊക്കെ, ഫ്ലവേഴ്സിന്റെ പോളിനേഷൻ നടക്കാനും പിന്നെ എന്താ ഫ്രൂട്ട്സും സീഡും ഒക്കെ ഡിസ്പേഴ്സ് ചെയ്യും. Let us try to understand the concept of environment with an example. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് എൻവയോൺമെന്റ് നോക്കേണ്ടതാണ്. Can you identify the environment of a crayfish in the pond? ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ എന്താ ഒരു ക്രാബ് ഫിഷ്, ഒരു ഫിഷിന്റെ പോണ്ടിലുള്ള എൻവയോൺമെന്റ് ആണ് അത്. എൻവയോൺമെന്റ് ഓഫ് എ ക്രാബ് ഇൻ എ പോണ്ട്.
Its environment consists of abiotic components such as light, temperature, and water in which nutrients, oxygen, other gases, and organic matter are dissolved. അപ്പം അതിൻ്റെ എൻവയോൺമെന്റ് എടുക്കുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എൻ്റെ എബയോട്ടിക് കമ്പോണന്റ് ലൈറ്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, വാട്ടർ ഉണ്ട്, ന്യൂട്രിയൻസ് ഉണ്ട്, ഓക്സിജൻസ് ഉണ്ട്, അതർ ഗ്യാസ്, ഓർഗാനിക് മാറ്റർ എല്ലാം അതിൽ ഡിസോൾവ് ആയിട്ടുണ്ട്. The biotic environment consists of microscopic organisms called plankton as well as aquatic plants and animals and decompose. അതിൻ്റെ അകത്ത് ബയോട്ടിക് എൻവയോൺമെന്റ് എടുക്കുകയാണെങ്കിൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആയ പ്ലാങ്ക്ടൺ, അക്വാറ്റിക് പ്ലാന്റ്സ്, ആനിമൽസ്, ഡീകമ്പോസേഴ്സ് എല്ലാം ഇതിൻ്റെ അത് ഉൾപ്പെടുന്നുണ്ട്. The plants are of different kinds such as floating, submerged and partially submerged plants and trees growing around the edge of the pond. ആ പ്ലാന്റ്സ് തന്നെ പലതരത്തിലുണ്ട്. അവിടെ എന്തുവാ സബ്മർജ് എന്ന് വെച്ചാൽ മുങ്ങിക്കിടക്കുന്നത്, ഫ്ലോട്ടിങ് പൊങ്ങിക്കിടക്കുന്നത്, പാർഷ്യലി സബ്മർജ് പകുതി മുങ്ങി, പിന്നെ ട്രീസ് എന്താ പോണ്ടിന്റെ സൈഡിൽ വളരുന്ന ട്രീസ്. The animals consist of insects, worms, mollusks, tadpoles, frogs, birds and various kinds of fishes. ഇതെല്ലാം എന്തുവാ ഈ ആ ഒരു ഫിഷിന്റെ എൻവയോൺമെന്റിൽ വരുന്നതൊക്കെ. The decomposers are the saprophyte like bacteria and fungi. ഇവിടെ എന്തുവാ നമുക്ക് കണ്ണിൽ കാണാൻ പറ്റാത്ത ബാക്ടീരിയ, ഫഞ്ചെ പോലെയുള്ള ഡീകമ്പോസേഴ്സും ആ ഫിഷിന്റെ എൻവയോൺമെന്റിൽ ഉൾപ്പെടുന്നുണ്ട്. Till now, you might have realized that the environment is not static. ഇപ്പോൾ നമുക്ക് മനസ്സിലായി കാണും എന്തുവാ എൻവയോൺമെന്റ് ഒരു സ്റ്റാറ്റിക് അല്ല. The biotic and abiotic factors are in a flux and keep change continuously. അവിടെ ബയോട്ടിക്കും എബയോട്ടിക് ഫാക്ടേഴ്സും ആ എൻവയോൺമെന്റ് എന്താ കണ്ടിന്യൂസ് ആയിട്ട് എന്താ ഫ്ലക്ച്വേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഓർഗാനിസം ക്യാൻ ടോളറേറ്റ് the organism can tolerate changes in environment within a certain range called range of tolerance. The organisms can tolerate changes in environment with a certain range. ഒരു certain range വരെ ഓർഗാനിസത്തിന് എൻവയോൺമെന്റിലുള്ള ചേഞ്ചസിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് ദ റേഞ്ച് ഓഫ് ടോളറൻസ്. എന്താ റേഞ്ച് ഓഫ് ടോളറൻസ് എന്ന് വെച്ചാൽ എന്തുവാ ദ ഓർഗാനിസം ക്യാൻ ടോളറേറ്റ് ചേഞ്ചസ് ഇൻ എൻവയോൺമെന്റ് വിത്ത് എ സർട്ടൈൻ റേഞ്ച് കാൾഡ് റേഞ്ച് ഓഫ് ടോളറൻസ്. എന്ന് വെച്ചാൽ എൻവയോൺമെന്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെ ഒരു സർട്ടൈൻ റേഞ്ച്, ഒരു ലിമിറ്റ് വരെ ഓർഗാനിസത്തിനൊക്കെ എന്തുവാ അതുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റും. അതിന് ആ റേഞ്ചിന് അത് കഴിയുമ്പോൾ ചില പറ്റത്തില്ല, ചിലപ്പോൾ അത് ചത്തുപോകാം, ചിലപ്പോൾ അതിന് വംശനാശം തോന്നുന്നതാണ്. അപ്പൊ അതുപോലെയുള്ള ടോളറൻസിനെ വിളിക്കുന്ന പേരാണ് റേഞ്ച് ഓഫ് ടോളറൻസ്. ഇനി നമുക്ക് ഇന്ന് ഇവിടെ വെച്ച് നിർത്താം. ബാക്കി അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഇത്രയും മതി. ഓക്കെ.